ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയോട്ട് സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിൻ്റെ തുടർച്ചയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ 8:30 വരെ 11:30 വരെയുള്ള എൻ്റെ ഒരു റുട്ടീനാണ് കാണിച്ചു തരുന്നത്. നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാണ്ടല്ലോ 8:30 11:30 മണിക്കുള്ളിൽ എല്ലാ പണികളും നമ്മുടെ കഴിയും കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ടൈം ടേബിളാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിലൊരു നല്ലൊരു ഫിഷ് കറിയുടെ റെസിപ്പി ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നല്ലതാണ്. ഒരു പ്രാവശ്യം അത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാണ്ടല്ലോ നമ്മളത് അങ്ങനെ ഉണ്ടാക്കുള്ളൂ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ എന്താ കുഴപ്പം, നമുക്ക് ഉണ്ടാക്കിക്കൂടെ. അപ്പം നല്ലൊരു കുറുകിയ ചാറാണ് ഇതിന്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിള്ളേരതേ 8:15 ഒരു ഓട്ടോറിക്ഷ വരും. അപ്പോൾ അവരെ കയറ്റി വിട്ടിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്തായാലും മാവൊക്കെ കോരി വെച്ച് ദോശയ്ക്ക് ഉണ്ടാക്കിയതല്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വീണിട്ട് ഒരുപാട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിടലാണ് എൻ്റെ ആദ്യത്തെ പണി. അത് അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ അതൊരു ശീലമായിട്ട് മാറും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ കൗണ്ടർ ടോപ്പ് വൃത്തിയായിട്ടിരിക്കും. നമ്മുടെ വീട്ടിൽ ഏറ്റവും നീറ്റായിട്ടിരിക്കേണ്ട സ്ഥലം അത് നമ്മുടെ അടുക്കള തന്നെയാണ്. കാരണം അവിടെയാണ് നമ്മൾ ആഹാരം വെച്ചുണ്ടാക്കുന്ന സ്ഥലം. അപ്പം അത് പരമാവധി വൃത്തികേടായിട്ട് ഇരിക്കാനായിട്ട് അനുവദിക്കരുത്. അത് ചെറിയ ഒരു കുറച്ച് അഴുക്കായിക്കോട്ടെ, അത് അപ്പോൾ തന്നെ തുടച്ച് ക്ലീനാക്കി ഇടണം. കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലികൾ പരമാവധി സ്പീഡിൽ ചെയ്യാൻ നോക്കാട്ടോ. അപ്പോൾ വേഗം സ്പീഡിൽ ചെയ്ത് പണികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം റെസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ഹോബികളും കുറേ ശീലമുള്ളവർ വായിക്കാനായിട്ടുള്ള സമയമൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ ഇപ്പോൾ സമയം 8:40 ആയിട്ടുണ്ട്. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ഫുഡാണെന്നാണ് പറയണത്. അപ്പോൾ ഒരു ദോശയെങ്കിൽ ഒരു ദോശ അത് മസ്റ്റായിട്ട് നമ്മൾ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ അത് ആരും സ്കിപ്പ് ചെയ്യല്ലേ. അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരും എന്നാണ് പറയുന്നത് കഴിച്ചില്ലെങ്കിൽ. നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് മോശമായിട്ട് ബാധിക്കും. പിന്നെ ഈ സമയത്ത് ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മൾട്ടി ടാസ്കിങ് ആണ്. അപ്പോൾ അമ്മേനെ വിളിക്കലും കഴിയും, നമ്മുടെ ദോശ കഴിക്കലും കഴിയും. കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ അതൊരു ശീലമായി പോയിന്നേ, എന്താ ചെയ്യാനാ, ഇനി പതുക്കെ മാറ്റണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുമാതിരി ഭക്ഷണം കഴിക്കുമ്പം പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കഴിച്ച് തീർക്കാൻ പറ്റുമോ അങ്ങനെ കഴിച്ച് തീർക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ എൻ്റെ എല്ലാ ഭക്ഷണം കഴിക്കലൊക്കെ കഴിയും. ഇപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ സമയം അതേ 8:45 8:45 ഇനി ഒരു 15 മിനിറ്റ് എൻ്റെ റെസ്റ്റിംഗ് ടൈമാണ്. കാരണം കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഇത്രയും സമയം വരെ എനിക്ക് പണിയായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. നമ്മുടെ ബോഡിക്ക് റെസ്റ്റും അത്യാവശ്യമാണ് കേട്ടോ. എക്സസൈസ് അത്യാവശ്യമാണ്, അതുപോലെ തന്നെ റെസ്റ്റ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിൽപ്പര നമ്മളെല്ലാ ജോലികളും ചെയ്യുമ്പോൾ നമ്മളാകെ വീക്കായി പോവും. അതുകൊണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നത് ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് അമ്മയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബോഡിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. റെസ്റ്റ് കൊടുക്കണത് റെസ്റ്റ് കൊടുക്കണം. നമ്മൾ വീക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മൊത്തം കാര്യങ്ങൾ താളം തെറ്റും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുത്താതെ നമ്മൾ തന്നെ നോക്കണ്ടേ. ഇപ്പോൾ ഇതേ സമയം 9 മണി 15 മിനിറ്റിൻ്റെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം റെസ്റ്റൊക്കെ ചെയ്തു. ഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട റീൽസും എൻ്റെ കുറച്ച് ടോക്സുകളൊക്കെ ഞാൻ കേട്ടു. ഇനി ഇതേ പാത്രം കഴുകണ സമയമായി. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓരോ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത്തിരി പാത്രങ്ങൾ കാണുമ്പോൾ അപ്പോൾ തന്നെ കഴുകി വെക്കണ കാരണം വലിയ പാത്രങ്ങളൊന്നും ഇല്ല. ആ ഒരു ശീലം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊരു 10 മിനിറ്റോളം എടുക്കും. അപ്പോൾ അത് പാത്രങ്ങൾ ഡിപ്പെൻസ് ആണ് കേട്ടോ ആ ഒരു ടൈം. അപ്പോൾ എനിക്ക് 10 മിനിറ്റ് ഇപ്പോൾ ശരിക്കും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെയും കൂടി ഒരു കൺസിഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ 10 മിനിറ്റ് പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞ് അപ്പോൾ തന്നെ ആ സിങ്ക് കൂടി ഞങ്ങൾ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ പാത്രം കുറവായതുകൊണ്ട് ഒരു 5 മിനിറ്റ് 6-7 മിനിറ്റാണ് എനിക്ക് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതോടുകൂടി തന്നെ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നീറ്റായി കിടന്നോളൂ. നമ്മുടെ കിച്ചൻ്റെ പോലെ തന്നെ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഈ കിച്ചൻ്റെ സിങ്കും. കാരണം നമ്മൾ കഴിക്കുന്ന പാത്രങ്ങൾ കഴുകുന്ന സ്ഥലമാണ്. അത് എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇരിക്കണം. അതൊരു വലിയൊരു പണിയായിട്ട് തോന്നാതിരിക്കണമെങ്കിൽ പാത്രം കഴുകി കഴിയണോ ആ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ ആ സിങ്കൊന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ആ കറുത്ത കളറിൽ ഇങ്ങനെ അഴുക്കൊന്നും വരാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കതൊരു വലിയ പണിയായിട്ട് തോന്നില്ല. കൈയോടെ കൂടി എല്ലാ ദിവസവും കഴുകുമ്പോൾ വലിയ അഴുക്കും പിടിക്കില്ല. അപ്പോൾ നമുക്ക് കയ്യിനൊന്നും ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഭാരം അനുഭവപ്പെടില്ല. അതായത് ഇങ്ങനെ കൈയൊക്കെ കഴയ്ക്കുന്ന പോലെയൊക്കെ തോന്നില്ല കുറേ നേരം കുറച്ച് കഴിഞ്ഞാൽ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ.
ഇപ്പോൾ സമയം 9:10 ഈ സമയത്താണ് ഞാൻ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. കാരണം എഴുന്നേറ്റ് വശം എനിക്കതിനൊന്നും സമയം കിട്ടില്ല. ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പം 2 ദിവസം മുന്നേ ഞാൻ വിരിച്ചതാണ് ബെഡ്ഷീറ്റ്. അപ്പോൾ അത് ഞാൻ മാറ്റാറില്ല. ഒരു 3-4 ദിവസം കൂടുമ്പോഴാണ് ഞാൻ മാറ്റാറ്. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ മാറ്റേണ്ടി വരും. പിള്ളേരിങ്ങനെ ഓടിച്ചാടി കളിച്ചിട്ട് പരമാവധി ഞാൻ പറയും ചാടി കളിക്കല്ലേന്ന്. പിന്നെ പിള്ളേർ പറഞ്ഞനുസരിക്കാണ്ടൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ വെറുതെ തട്ടിക്കുടഞ്ഞ് മടക്കി വെക്കണേ ഉള്ളൂ. കാരണം നമ്മൾ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ഇത്തിരി എന്താ പറയുക, നല്ല നീറ്റായിട്ട് കിടക്കണം നമ്മുടെ ബെഡൊക്കെ. പിന്നെ ആ സമയം തന്നെ നമ്മൾ ജനലകളൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ല ശുദ്ധമായും സൂര്യപ്രകാശം നമ്മുടെ റൂമിലേക്കൊക്കെ ഒന്ന് കയറണേ. അത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തുറന്നിടുള്ളൂ. പിന്നെ എനിക്ക് പേടിയായി ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഈ പാമ്പ് ജനലിൽ കൂടെയൊക്കെ കയറി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര പേടിയാണ്. പിന്നെ ഒരുപാട് പൊടി കയറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ തുറന്നിട്ടിട്ട് ഞാൻ അടച്ചിടുവേ. ഇപ്പോൾ അതേ സമയം 9:15. ഇനി നമ്മൾ ഹൗസ് ക്ലീനിങ്ങിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വീട് മൊത്തം ക്ലീൻ ചെയ്യണ ദിവസമാണ്. കാരണം 2 ദിവസം മുന്നേ ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്തു. ജനലൊക്കെ തുടച്ചു. എന്താ പറയുക, സെറ്റിയുടെ കവറൊക്കെ ഞാൻ അലക്കാനൊക്കെ ആയിട്ട് കൊണ്ടിട്ടു. ബെഡ്ഷീറ്റൊക്കെ മാറ്റി. അപ്പോൾ അങ്ങനത്തെ പരിപാടികളും സെറ്റിയുടെ ഇങ്ങനെ നീക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അടിച്ച് വാരലും ഒക്കെ 2 ദിവസം മുന്നേ ഞാൻ ചെയ്തു. എല്ലാതും കൂടി നമുക്ക് ഈ വീഡിയോ എടുക്കുമ്പോഴേ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം പോവും. അപ്പോൾ അതിനിടയിൽ എല്ലാതും കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഞാൻ 2 ദിവസം മുന്നേ ചെയ്തു. അപ്പം ഇനി നമുക്ക് സാധാരണ ഒരു ക്ലീനിങ് ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സിറ്റ് ഔട്ടാണ് വൃത്തിയാക്കുന്നത്. അത് ചിലപ്പോൾ ഞാൻ ഈ കാലത്ത് ഏതെങ്കിലും ഒരു ടൈമിൽ ഈ ചവിട്ടിയുണ്ടല്ലോ അതൊക്കെ തട്ടിക്കുടഞ്ഞ് ഞാൻ വൃത്തിയാക്കും. പിന്നെ അല്ലാത്ത സമയത്തൊക്കെ അടിക്കുമ്പോൾ പിന്നെ ചവിട്ടിയൊന്നും ഞാൻ തട്ടിക്കുടയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ തട്ടിക്കുടഞ്ഞ് അടിക്കാറുണ്ട്. അതുകൊണ്ടാണെങ്കിൽ തലേ ദിവസം വിജയുടെ ഒരു പടം കണ്ടതാണ്. അല്ലെങ്കിലും അവൻ വിജയ് ഫാനാണ്. അപ്പോൾ ഈ പടം കണ്ടതോടുകൂടി പൂർത്തിയായി. അപ്പോൾ വിജയ് ഒരു ടീഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു ഷർട്ട് ഇട്ടിട്ടൊക്കെയല്ല നടക്കുക. അതേപോലെ ആ ഫാനാണ്, കുഞ്ഞു ഫാനാണ്. അവൻ അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണം പറഞ്ഞാൽ നല്ല ഷർട്ട് ഉണ്ടായിരുന്നു അലമാരിയിൽ നിന്ന്. അതെടുത്തിട്ട് വീട്ടിലിട്ട് വെറുതെ നടക്കുക. ഒരു ചെളി ആയി കഴിഞ്ഞാൽ പൂവും കൂടിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാറി പൊളിക്കും. പിന്നെ നമ്മുടെ പണി അവിടെ കിടക്കും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കുക ഞാൻ. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ജനലകളൊക്കെ ഒന്ന് തുടച്ച് അതിൻ്റെ കമ്പിയൊക്കെ തുടച്ച് വൃത്തിയാക്കിടാനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം അവിടെയാണ് ഒരുപാട് പൊടിയും മാറാമ്പരിയും ഒക്കെ വന്നിരിക്കണ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിനുള്ളൊരു സൗകര്യം ഇല്ലെങ്കിൽ അടിച്ച് വരുമ്പോൾ ചൂലുകൊണ്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടി കളയാനൊക്കെ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക, തുടയ്ക്കണ തുണി വൃത്തികേടാവില്ല, ഒരുപാട് പൊടി ഉണ്ടാവില്ല. അതുമാതിരി തന്നെ ഈ ഡസ്റ്റ് അലർജി ഉള്ള ആൾക്കാർ അത് ഈ 2 ആഴ്ചയ്ക്ക് എന്ന് പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് അത് പൊട്ടയല്ലേ. 2 ദിവസം മുന്നേ തുടച്ചതാണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ അത്യാവശ്യം പൊടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് തട്ടി ഇങ്ങനെ ഞാൻ കളയാണ്. ഇനി തുടയ്ക്കാൻ നിൽക്കണില്ല. ഞാൻ അടുത്ത ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് തുടയ്ക്കൽ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പൊടി തട്ടി കളഞ്ഞ് ഇങ്ങനെയാക്കും. പിന്നെ ഈ കർട്ടൻ്റെ ഇടയിലൊക്കെ ഈ മാറാമ്പല വന്നിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കർട്ടൻ്റെ ഇടയിലും ഇങ്ങനെ തട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ ഈ ടു ഡു ലിസ്റ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയ പിന്നെ ഭയങ്കര മാറ്റാട്ടോ എൻ്റെ ലൈഫിൽ വന്നത്. അപ്പോൾ ഈ ക്ലീനിങ് ചെയ്യണ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാനത് എഴുതി വയ്ക്കും. ഇന്ന സമയത്ത് ഇത് ചെയ്യണം, ഇന്ന് ചെയ്യാനുള്ള ജോലികളെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഇട്ട് ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ ആ എഴുതി വയ്ക്കുമ്പോൾ ഓരോ ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടിക്കിടും. അപ്പോൾ പിന്നെ അന്ന് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തതൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് അറിയുമ്പോഴുണ്ടല്ലോ ഭയങ്കര എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ തലേദിവസം എഴുതി വെച്ചത് ഫുൾ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു വാശി വരും നമുക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീടൊക്കെ ക്ലീൻ ആവും. പിന്നെ തലേദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വയ്ക്കുമ്പോൾ നാളേക്ക് എന്ത് ചെയ്യണം, നാളെ എന്ത് ഫുഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനേ വരില്ല. അതിപ്പം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കണവരുണ്ട്. അപ്പം ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രിപ്പയർ ചെയ്ത് വെക്കണില്ല. ഞാനത് പതുക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ തലേദിവസം ഒരു സമയം കണ്ടെത്തിയിട്ട് ഞാനിങ്ങനെ ഞാൻ ഒരു ഡയറി എടുത്തിട്ടുണ്ട് അതിന് എന്നെ വേണ്ടിയിട്ട്. അപ്പം ഞാനത് ഫുൾ ഇങ്ങനെ എഴുതി വയ്ക്കും. അപ്പോൾ ഇന്ന ദിവസം ഇന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇന്ന കറി. അപ്പോൾ തലേദിവസം വൈകുന്നേരം അതിൽ അരിഞ്ഞ് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് അരിഞ്ഞ് വെക്കാം. അപ്പോൾ ഒരുപാട് ഒരു ജോലിയൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. തലേദിവസം അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതിനൊക്കെ ഓരോ ടൈം നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്കത് ചെയ്യാനും പറ്റും. എല്ലാ ജോലികളും അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ഒന്നിനും സമയം തികയണില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റേ ഉണ്ടാവില്ല. നമുക്ക് റെസ്റ്റ് എടുക്കാനും സമയം കിട്ടും. ഞാൻ ഈ ബെഡ്റൂം ക്ലീൻ ആക്കുമ്പോഴേ ഇനി പൊടികളൊന്നും ഇനി ബെഡിലേക്ക് വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഞാൻ അങ്ങനെ തട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതല്ല. അതിൽ പൊടി ആയി കഴിഞ്ഞാൽ പിന്നെ തുമ്മലും ജലദോഷവും ഒക്കെ പിന്നെ അതിൻ്റെ പിന്നാലെ വരും. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഈ
ക്ലീനിങ്ങിനാണ് കേട്ടോ. അടിച്ചു വാരൽ, തുടയ്ക്കൽ, അതിനൊക്കെയാണ് എനിക്ക് കൂടുതൽ സമയം എടുക്കുക. അത് നമ്മൾ അടിച്ചു വരുമ്പോൾ തന്നെ അത്യാവശ്യം ഞാൻ ടൈം എടുത്തിട്ട് നീറ്റായിട്ട് തന്നെ അടിച്ചു വരും. ഇല്ലെങ്കിലുണ്ടല്ലോ തുടയ്ക്കുമ്പോൾ നമുക്ക് കുനിഞ്ഞ് നമ്മുടെ പുറം ഫുള്ളും കഴിക്കും. കാരണം എന്തെങ്കിലും കരട് വീണ് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ പറക്കി എടുക്കണ്ടേ. ഇപ്പം എത്ര നമ്മൾ വൃത്തിയിൽ അടിച്ചു വാരിയാലും ഒരു മുടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തന്നെ എത്ര പ്രാവശ്യമാണെന്നറിയോ ഞാൻ കുനിഞ്ഞ് ഓരോന്ന് പറക്കി നടക്കാം. അത് അപ്പോഴാണ് നമ്മൾക്ക് അറിയാൻ പറ്റുക മുടി കൊഴിച്ചിൽ ഇത്രയുണ്ട്, എത്ര നമ്മൾ ക്ലീൻ ആവണില്ല അടിച്ചു വാരണമെന്നൊക്കെയുള്ള യാഥാർത്ഥ്യം നമ്മളപ്പോഴാണ് മനസ്സിലാക്കുക. ക്ലീൻ ചെയ്യുന്ന സമയത്ത് പിന്നെ പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ. ആദ്യമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം അവന് എടുത്തുകൊണ്ട് നടന്നിട്ട് അത് അവിടെ ഇത് പൊട്ടിച്ചിടും. അപ്പം നമുക്ക് ഇരട്ടി പണിയാണ്. പക്ഷേ നമ്മുടെ പ്രായം പിന്നെ അതാണല്ലോ, അപ്പം അതും ഒരു കൺസിഡറേഷനിൽ നമ്മൾ വെക്കണമല്ലോ. അടിച്ചു വാരിയിട്ട് കൈയോടുകൂടി തന്നെ ഞാൻ തുടച്ചിടണം കേട്ടോ. തലേ ദിവസം ഞാൻ ഓൾറെഡി തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം റൂമുകളൊന്നും ഞാൻ തുടയ്ക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഹോളും ഡൈനിങ് ഹോളും കിച്ചണും വർക്ക് ഏരിയയും സിറ്റ് ഔട്ടും തുടയ്ക്കുന്നുണ്ടേ. ഈ ഒരു പ്ലേസസൊക്കെയാണ് ഞാനിപ്പോൾ ഇന്ന് തുടയ്ക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ ടൈം ടേബിൾ ഇട്ട് വെച്ചിരിക്കുന്നത്. കാരണം വലിയ അഴുക്കൊന്നുമില്ല റൂമിൽ. മിക്കവാറും ദിവസങ്ങൾ ഞാൻ എവിടെ തുടച്ചില്ലെങ്കിലും ഹോള് തുടച്ചിടാനായിട്ട് ഞാൻ മറക്കാറില്ല കേട്ടോ. കാരണം നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഈ വീട് വയ്ക്കുമ്പോൾ ഞാൻ ചേട്ടനോടൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് പ്രെയർ ഏരിയ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് തരണേന്ന്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചേട്ടൻ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ഈ പ്രെയർ ഏരിയ ചെയ്ത് തന്നിട്ടുണ്ട്. കാര്യം നമ്മളിപ്പോൾ പള്ളികളിലും അമ്പലത്തിലും ഒക്കെ പോകുന്നവരാണല്ലോ. അപ്പം അവിടെ നമ്മൾ പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു സ്ഥലം, പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമല്ലോ. ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും പള്ളിയിൽ പോകാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ എൻ്റെ നാട്ടിലേക്ക് എല്ലാ ദിവസവും ഞാൻ പള്ളിക്ക് പോകാറുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് 14 കിലോമീറ്ററാണ് പള്ളി. അപ്പോൾ എല്ലാ ദിവസവും പള്ളിക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ. നമ്മുടെ അവസ്ഥ കർത്താവിനറിയാലോ. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ അടുത്തേക്ക് വരും എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്താണ് ദൈവം ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ സ്ഥലം നമ്മൾ ക്ലീൻ ആക്കി ഇടണം. കാരണം ദൈവത്തിൻ്റെ പ്രസൻസൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാര്യം നമ്മളിവിടെ ടി വി കാണും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും പ്രാർത്ഥിക്കുമ്പോൾ എന്തായാലും ആ ഒരു പ്രസൻസ് ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. അങ്ങനെ എൻ്റെ അടിച്ച് തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ സെറ്റിയിൽ ഞാൻ ഇന്നലെ ടർക്കി ഇടാനായിട്ട് മറന്നുപോയായിരുന്നു. അപ്പോൾ ഞാൻ ടർക്കി ഒന്ന് കൊണ്ടിടാം. ഒരു സെറ്റിയുടെ കവറൊക്കെ ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ഒരുപാട് പൈസ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ ടർക്കിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അടിച്ച് വാരി തുടച്ച് ക്ലീനാക്കി ഇടാനായിട്ട് ഒരു അരമണിക്കൂറോളം എടുത്തുട്ടാ. ഇപ്പോൾ സമയം 9:45. ഇനി നമുക്ക് പുറത്ത് മുറ്റടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. സാധാരണ ഞാനത് ആദ്യമാണ് ചെയ്യാറ്. ഇന്ന് എനിക്ക് തോന്നി ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കേട്ടോ. കാരണം ഓരോ ദിവസം ഞാൻ പലതരത്തിൽ അങ്ങ് ചെയ്യും. സാധാരണ ദിവസങ്ങളിൽ ഞാൻ കാലത്ത് തന്നെയാണ് ചെയ്യാറ്. അപ്പം ആദ്യം ഈ മുറ്റടിച്ചിട്ടാണ് അകത്തേക്ക് കയറി വരാറ്. ഇന്ന് എനിക്ക് തോന്നി എന്തായാലും കാലത്ത് അവിടെ ഒതുക്കലൊക്കെ അങ്ങോട്ട് ചെയ്യാം, എന്നിട്ട് മുറ്റടിക്കാമെന്ന്. അതിപ്പോൾ മഴയായതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാൻ മുറ്റടിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആദൂട്ടൻ ചൂലും കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ മുറ്റടിക്കുന്ന സമയത്ത് ആ ചൂലുകൊണ്ട് അവന് മുറ്റടിക്കണമെന്ന് നിർബന്ധം. അവനോട് ഒരുപാട് പറഞ്ഞു നോക്കിയത്, നമ്മളത് അകം അടിച്ച് വരണതാണ് ആദൂട്ട, മുറ്റടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ട് അനുസരിക്കണില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു ബുദ്ധി തോന്നി, എന്തായാലും ഓരോരോ കുഞ്ഞു പണികൾ കൊടുത്ത് കഴിഞ്ഞാൽ പണികളിരുന്ന് ചെയ്തോളില്ല. അവന് പുല്ല് പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെച്ചിട്ടാ അതിൻ്റെ ഇടയത്തെ പുല്ലൊക്കെ പറിക്കടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരമൊക്കെ പുല്ല് പറിച്ചു. പിന്നെ പറിച്ച് കഴിഞ്ഞിട്ട് ആര് കേൾക്കണു, കുറച്ച് നേരം പുല്ല് പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവന് മടിയായി. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ചൂലെടുത്തിട്ട് അവൻ അടിച്ചു വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനോട് പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ജ്യൂസ് അവന് ഭയങ്കര ഇഷ്ടമാണ്. ജ്യൂസ് ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്തപ്പോൾ പിന്നെ അവൻ അനുസരിക്കേണ്ടി വന്നിട്ട്. അപ്പോൾ അവനതനുസരിച്ച് ചൂലൊക്കെ അവിടെ കൊണ്ടുവച്ചു. പിന്നെ ഈ പിള്ളേരെ അനുസരിപ്പിക്കാനായിട്ട് അമ്മമാരെന്തോരം ട്രിക്ക് എടുക്കാമെന്ന് അറിയോ? ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കി തരില്ല, അത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്ത് തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിലൊക്കെ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുക. അല്ലെങ്കിൽ കാറി പൊളിച്ചിട്ട് അത് തീർക്കാനായിട്ട് വേണം അരമണിക്കൂർ. അപ്പോൾ അത്രയും സമയം പോയി കിട്ടും. ഇന്നധികം റോസാപ്പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ആകെ 3-4 എണ്ണ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തോന്നി അതെന്തായാലും മാതാവിൻ്റെ അവിടെ വെക്കാം. സാധാരണ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു പാത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റോസാപ്പൂവിൻ്റെ പെറ്റൽസൊക്കെ അതിലിട്ട് വെക്കാം. അപ്പോൾ നല്ലൊരു കാണാനും നല്ലതല്ലേ എന്നുള്ളൊരു ആലോചനയുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ചില്ലിൻ്റെ ഒരു പാത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ അങ്ങനെ അത് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗിയൊക്കെ കൂടുമല്ലോ.
നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയൊരു ഉരുളിയിൽ ഇങ്ങനെ കുളമ്പൂവും റോസാപ്പൂവും ഇങ്ങനെ ലോട്ടസൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഐഡിയ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയൊരു അലങ്കാരം. അങ്ങനെ എൻ്റെ അടിച്ചുവാരലും തുടയ്ക്കലും മുറ്റടിക്കലും എല്ലാതും കൂടി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 10 മണിയായിണ്ടേ. ഈ സമയത്താണ് കേട്ടോ ഞാൻ യൂണിഫോമൊക്കെ കഴുകുന്ന സമയം. ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ചിലപ്പോൾ ഇവർ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ കഴുകിയിടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ ആ ടൈം അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് കേട്ടോ ഞാൻ യൂണിഫോമൊക്കെ കഴുകാനായിട്ട് പോയത്. നിങ്ങൾക്ക് ഒരുപാട് തുണികൾ വാഷിംഗ് മെഷീനിലൊക്കെ കഴുകാനുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലീനിങ് ചെയ്യണേക്കാളും മുന്നേ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ കൊണ്ടിടാം. അപ്പോൾ അതവിടെ കിടന്ന് അലക്കിക്കോളുമല്ലോ. ആ സമയത്ത് അടിച്ചു വാരൽ, തുടയ്ക്കൽ, മുറ്റടിക്കൽ ആ പണികളൊക്കെ ആ സമയത്ത് ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് നമ്മുടെ ഈ ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്കും അലക്കും കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ നോക്കിയിട്ട് തോരട്ടാൽ മതി. നമുക്ക് ചതരം പയറൊക്കെ ഇന്നലെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഇന്ന് ഞാനത് തോരൻ വയ്ക്കുന്നില്ല കേട്ടോ, നാളത്തേക്ക് വേണ്ടി ഞാനത് മാറ്റി വെച്ചിരിക്കാം. അപ്പോൾ എന്തായാലും മീൻ കറിക്കുള്ള ഉള്ളിയും മറ്റേ തക്കാളി, ഇഞ്ചി അതൊക്കെ ഇപ്പോൾ ഞാൻ നന്നാക്കാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എനിക്ക് ഭയങ്കര മടി പിടിച്ച ദിവസമായിരുന്നു എന്ന്, അതുകൊണ്ട് അതൊന്നും നന്നാക്കി വെക്കലും നടന്നില്ല. അതും കൂടി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ 11:30 എന്നുള്ളത് 11 മണിക്ക് നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഫ്രീ ആവാൻ പറ്റുമായിരുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല എന്നല്ല പറയാറ്. പിന്നെ അത് മാത്രമല്ല, ചില ദിവസങ്ങളിൽ നമുക്ക് ഈ സ്ത്രീകൾക്ക് ഈ ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഓരോ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അങ്ങനത്തെ ഓവുലേഷൻ ടൈമിൽ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ അനിയത്തിക്കുട്ടിയുണ്ട് ശ്രുതി, അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അവൾ പീരീഡ്സ് ആവാറായി അല്ലെങ്കിൽ പീരീഡ്സ് ആയി എന്നുള്ള കാര്യം. അങ്ങനെ ഓരോരുത്തർക്കും പല തരത്തിലാണ്. ചിലവർക്ക് പുറം കഴപ്പാണ് വരിക, എനിക്ക് പുറം കഴപ്പാണ് വരിക. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ വിഷമമൊക്കെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിസ്സാര കാര്യത്തിന് കരയും. ചിലപ്പോൾ സിനിമയിലത്തെ സീൻ ഇന്നലെ കണ്ട കരഞ്ഞുണ്ടാവില്ല, ഇന്ന് ഇത് കാണുമ്പോൾ കിടന്ന് കുടുകുടാന്ന് കണ്ണീന്ന് വെള്ളം വന്ന് കരയും. ഞാൻ ചില സമയത്ത് ചേട്ടനെ ചൊറിയും. അപ്പോൾ ചേട്ടൻ പറയും നിനക്കപ്പോൾ പീരീഡ്സ് ആവാറായിട്ടുണ്ടല്ലേ, ഞാൻ എവിടേക്കെങ്കിലും പോവായിരുന്നു ഇനി പീരീഡ്സ് ആവാറാവുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട്. യൂണിഫോം മാത്രമേ എനിക്ക് കഴുകാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 15 മിനിറ്റോട് കൂടിയിട്ട് എൻ്റെ കറികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 10:15 നമുക്ക് കറികൾ വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചതുരം പയർ വെക്കാത്തതുകൊണ്ട് ഞാനത് സുരക്ഷിതമായിട്ട് കവറിലൊക്കെ കിട്ടി ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കാം, നാളെ വെക്കേണ്ടതല്ലേ. അപ്പം നമുക്ക് ഈ മീൻ കറി വെക്കാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വേണം. അപ്പോൾ ഒരു മൺചട്ടി വെക്കുക, അതിലേക്ക് നമ്മൾ കടുകൊന്നും പൊട്ടിക്കേണ്ട, ഉലുവ മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, പിന്നെ വറ്റൽമുളക്, പിന്നെ എന്താ പറയുക ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കണേ. പിന്നെ ചിലരിങ്ങനെ അരിയാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇതൊക്കെ ചേർത്ത് നല്ല രീതിയിലങ്ങ് വഴറ്റിയെടുക്കാം. ആ പച്ചമണക്കൊന്ന് മാറണം. പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് നല്ല രീതിയിൽ വേവിക്കണം. ഇപ്പം എന്തെങ്കിലും കരിഞ്ഞു പോകുന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടിയോളും. എൻ്റെ തക്കാളിയൊക്കെ അതേപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റണം. ഈ ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് മസാല ഇരുന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം. എന്നിട്ട് ചൂടാറിയിട്ട് നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ചൂടോട് കൂടി ഒരിക്കലും അരക്കല്ലേ. അങ്ങനെ അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഈ മൂർച്ചയൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് ബ്ലേഡിൻ്റെ. ഞാൻ നല്ല രീതിയിൽ മഷി പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വഴറ്റിയ മൺചട്ടിയില്ലേ, അതിലേക്ക് ഈ അരപ്പ് ചേർത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ തിളപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ അതിലേക്ക് ഒരു 3-4 പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇടണം. പച്ചമുളക് നമ്മൾ നേരത്തെ ഇട്ടിട്ട് വഴറ്റിയിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ഈ അരപ്പ് ഒഴിച്ചിട്ട് തിളപ്പിക്കുമ്പോഴാണ് പച്ചമുളക് ഇടുള്ളൂ, അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ വരിക. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ കറി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കുട്ടന്മാരെ ഇട്ട് കൊടുക്കണേ. മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വല്ലാണ്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞാൻ സൂക്ഷിച്ചിട്ടൊക്കെ കയ്യിലോണ്ട് ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളക്കാനേ പാടുള്ളൂ. ചിലർ ചട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കണം കണ്ടിട്ടുണ്ട്, എനിക്കത് പേടിയായതൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തതും മീൻ കറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ. ഉച്ചക്കലത്തേക്കും വൈകുന്നേരത്തേക്കും കൂടി ഞങ്ങൾക്ക് ആ കറി മതി. പിന്നെ ചേട്ടൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെക്കാനായിട്ട് പറഞ്ഞാൽ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചാറുകറിയും വറുത്ത മീനുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ വറുത്ത മീൻ ഒരു കൂട്ടുണ്ടാക്കാം. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി, നമ്മുടെ കറിവേപ്പില,
പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഞാൻ പെരുംജീരകപ്പൊടി, അതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും മീൻ വറുക്കുമ്പോൾ കുറച്ച് പെരുംജീരകപ്പൊടി ഇട്ടിട്ട് ഒന്ന് പൊരിച്ച് നോക്കിയോളൂ, അപാര ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ പിഴിയുക, വിനാഗിരി വേണമെങ്കിൽ വിനാഗിരി പിഴിയാം. ഞാൻ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ഇട്ട് കൊടുക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ട്. അപ്പോൾ ചെറുനാരങ്ങയും കൂടിയും പിഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ, ശകല വെള്ളം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ല രീതിയിൽ അങ്ങ് അരച്ചെടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മീനിലേക്ക് നല്ല വണ്ണം തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്തിരി നേരത്തെ നമ്മുടെ ജോലികളൊക്കെ കഴിയുന്ന കാരണം ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വറക്കണ സമയത്തേക്ക് വറുത്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഈ ജോലികൾ നമ്മൾ നേരത്തെ പുലർച്ചയ്ക്ക് നമ്മൾ ചെയ്ത് കഴിയുകയാണെന്നുണ്ടല്ലോ, ഈ സമയത്ത് വേറെ നമുക്ക് ക്ലീനിങ്ങിൽ തന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പണികളൊക്കെ കാലത്ത് തന്നെ നമ്മുടെ സ്കൂളിലേക്ക് പിള്ളേർ പോകുന്നേക്കാൾ മുന്നേ കഴിയും. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹോബികൾ ഇപ്പോൾ വായിക്കണമെങ്കിൽ വായിക്കാം. ഇപ്പോൾ എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യായിരുന്നു. പിന്നെ വേറെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. വേറെ എന്തെങ്കിലും ക്ലീനിങ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്, നമ്മളിങ്ങനെ ഓരോ പ്ലാൻ ചെയ്യുമ്പോഴേ ഓരോരോ ടൈം മാറ്റി ചെയ്ത് നോക്കുകയാണ് ഏതാണ് എനിക്ക് കൂടുതൽ സ്യൂട്ടാവണമെന്ന് അറിയാൻ. അപ്പം ഞാനിപ്പോൾ ഇന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ ഇനി ഞാൻ വിചാരിക്കേണ്ട കാലത്ത് തന്നെ എല്ലാ പണികളും കഴിച്ചിട്ട് ഒന്നും കൂടി ഫ്രീ ആവാമെന്ന്. അപ്പോൾ അതേ ഞാൻ ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞു കേട്ടോ മീൻ. അപ്പോൾ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു. ഇപ്പോൾ ഇതേ ഒരു 11 മണിയായിട്ടുണ്ടേ. മീൻ വയ്ക്കലും വറുക്കാനായിട്ട് തിരുമ്മി വയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇത് കൗണ്ടർ ടോപ്പ് ഞാൻ കൈയോടുകൂടി തന്നെ ഞാൻ വൃത്തിയാക്കിയിട്ട് ഇനി കുളിക്കാൻ പോവാണേ. ഇനി ഉച്ചയ്ക്ക് ചോറിനാനായിട്ട് കിച്ചണിലേക്ക് വന്നാൽ മതി. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളൂല്ലോ. ഇനി ഞാൻ ഒന്ന് മുഖത്തൊക്കെ ഇത്തിരി എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 40 ആദ്യം വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാ പണികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെൽഫ് കെയർ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും, പക്ഷെ നമ്മുടെ സ്കിന്നും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഏജ്ഡ് ആവാനായിട്ടൊക്കെ കാരണമാവും. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൺസ്ക്രീമൊക്കെ ഒരു 25+ ആയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വീടിന് പുറത്ത് ഇറങ്ങണില്ലെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നാണ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മസാജ്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് മസാജിങ് വീഡിയോസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ രീതിയിൽ നമ്മൾ ഫേസിൽ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് 2 ദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുളി കഴിഞ്ഞതേ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ ഞാൻ ചെയ്യാണ് കേട്ടോ. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ജസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസർ തേക്കും. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ തേച്ച് സ്കിന്നൊക്കെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു. ലിപ് ബാം ഞാൻ തോന്നുമ്പോഴായിട്ട് ഇടാറുള്ളൂ. എൻ്റെ ലിപ് ബാം അതിനെ അതോട്ടിനെ എടുത്ത് നശിപ്പിച്ച് അതേതാണ്ട് ഇങ്ങനെ വെട്ടും കുത്തും കോമയൊക്കെ ആയിട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് ലിപ്പിൽ ജസ്റ്റ് തൊടുമ്പുളിക്ക് അങ്ങ് കട്ട പിടിച്ചിട്ടാണ് ആവണേ. പിന്നെ തല കുളിച്ചില്ല. ഞാൻ 1-2 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തല കുളിക്കാറ്. എല്ലാ ദിവസവും തല കുളിക്കുന്നത് പൊട്ടയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും തല കുളിക്കാറില്ല കേട്ടോ. അങ്ങനെ വേറെ മോഡലൊന്നുമല്ല, വെറുതെ ഒരു സ്ലൈഡ് കുത്തിയിട്ട് നമ്മക്കിട്ട് കെട്ടി വെക്കലാണ് എൻ്റെ സ്ഥിരം സ്റ്റൈല്. എണ്ണ തേച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കുളിച്ചത്. എൻ്റെ കുളി കഴിഞ്ഞിട്ട് ആദോട്ടിനും കൂടി കൈയോട് കൂടി തന്നെ ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ സമയം 11:20 ആയിട്ടുണ്ട്. ഇനി നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ടുള്ള ടൈമാണ്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഡയറി. ഇതിലേക്ക് നാളത്തെ ഡേറ്റ് ഇട്ടിട്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ എഴുതി ഒന്ന് ഓർത്ത് ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് വേണം. അപ്പോൾ 10 മിനിറ്റും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണികളൊക്കെ കഴിയും. 11:30 ആവും കറക്റ്റ് കേട്ടോ. ഇങ്ങനെ എഴുതി പ്ലാൻ ചെയ്ത് തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ. ഭയങ്കര മിറാക്കിൾ ചേഞ്ച് ആവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഒരു ഒറ്റ സാധനം പോലും വേസ്റ്റ് ആവില്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും. എന്താ നാളത്തേക്കെന്ന് ആലോചിച്ചിട്ട് കുറേ സമയം ഇരിക്കലായിരുന്നു എൻ്റെ പണ്ടത്തെ ഒരു പ്രകൃതം. ഇപ്പം അങ്ങനത്തെ ഒരു ടെൻഷനില്ല, സുഖമാണ്. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്ന പോലെ തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഡെയിലി റൊട്ടീൻ വീഡിയോ നിങ്ങൾക്ക് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. ഇനിയിപ്പോൾ 11:30 ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. എനിക്കൊരുപാട് ഇരുന്ന് ഇങ്ങനെ TV കാണാനോ സീരിയലോ സിനിമ കാണാനൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ വൈകുന്നേരം ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് എന്തെങ്കിലും ഒരു സിനിമ ഇരുന്ന് കാണുമെന്നല്ലാണ്ട് അതിനോട് വലിയ ക്രേസ് ഇല്ല. അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് സിനിമ കാണണമെങ്കിൽ സിനിമ കാണാം, എന്തെങ്കിലും ബുക്ക് വായിക്കണമെങ്കിൽ ബുക്ക് വായിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.